ഈ സംസ്ഥാനത്ത് ആ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വിരുദ്ധ വികാരം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും മാത്രമാണ്. ആ. ഇവിടെയുള്ള 4 മാസം പെൻഷൻ വാങ്ങാത്തവരുണ്ടല്ലോ. 4 മാസം പെൻഷൻ വാങ്ങാത്ത ഞാൻ പറഞ്ഞോ. പറഞ്ഞോട്ടെ പറഞ്ഞോ. നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ 6 മാസം കൊടുക്കാനുണ്ടായിരുന്നു. ആ ഇപ്പോ 3 മാസത്തെ പെൻഷൻ കൊടുത്തു കഴിഞ്ഞു. ആ. എന്തുകൊണ്ടാണ് പെൻഷൻ കൊടുക്കാത്തതിനെ സംബന്ധിച്ച് ആ. വളരെ വ്യക്തമായി ജനത്തിന് ബോധ്യമായിട്ടുണ്ട്. ആ എങ്ങനെയാണ് ഈ കേരളത്തെ സാമ്പത്തികമായി ഉപരോധിക്കുന്ന സമീപനം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടുകാർക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം ഇവിടെ ബി ജെ പി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഇവിടെ നമ്മുടെ രാജ്യത്ത് ആഗോള പട്ടിണി സൂചികയിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥാനം 111ആണ്. തൊഴിലില്ലായ്മയുടെ നിരക്ക് 9.45%. നമ്മുടെ ഇവിടെയുള്ള വില വർധന നിരക്ക് ഏറ്റവും കൂടുതലാണ്. ഇതിൽ ഒരു ഭാഗത്ത് ഈ ബി ജെ പി ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് കോൺഗ്രസ് കൂടി പെട്രോൾ ഡീസൽ വില സംബന്ധിച്ച് പറഞ്ഞല്ലോ, ഈ കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ പെട്രോൾ വില വർധനവ് വരുത്താൻ വേണ്ടി മുഖ്യ കാരണമായത്. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന സന്ദർഭത്തിലാണ് രണ്ടാം യു പി എ സമയത്താണ് ഈ പെട്രോളിന്റെ വില നിശ്ചയിക്കാൻ വേണ്ടിയുള്ള അധികാരം ഈ പ്രൈവറ്റ് കമ്പനികൾ കൊടുത്ത് രണ്ടാം യു പി എ ഗവൺമെന്റ് സമയത്താണ്. ഈ പറയുന്ന നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഡീസലിന്റെ വില സർക്കാരിന്റെ കാലത്ത് സെസ് കുറച്ചു. ഞാൻ പറഞ്ഞോട്ടെ, ഈ രണ്ടാം നരേന്ദ്രമോദി സർക്കാർ കാലത്താണ് ഡീസലിന്റെ വില നിശ്ചയിക്കാനുള്ള അധികാരം ഈ പറയുന്ന കമ്പനികൾക്ക് കൊടുത്തത്. ഇതിന്റെ എല്ലാം ഫലമായിട്ട് അന്താരാഷ്ട്ര രംഗത്തുണ്ടായിട്ടുള്ള കുറവ്, ഇവിടെ ആ കുറവ് വരുത്തിക്കൊണ്ട് കൊടുക്കുവാൻ തയ്യാറായിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ്. സ്വാഭാവികമായി അതിന്റെ തിക്ത അനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ ഏകദേശം 4 ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ ഈ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു പൈസ പോലും സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടില്ല. സെസ്സായി അവർ പിരിച്ചെടുക്കേണ്ടായി. അപ്പൊ ആ നിലയിലാണ് പിന്നെ കേന്ദ്ര ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത് കോൺഗ്രസ് ഇവിടെ സംബന്ധിച്ച് പറഞ്ഞു, ഞങ്ങൾ ആരും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാക്കാൻ നടക്കുന്നവരല്ല. കോൺഗ്രസ് ഇവിടെ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ നടക്കുന്നവരല്ല. CPM എന്ന നിലയ്ക്ക് മനസ്സിലാക്കാനുള്ള വിവരം. ഇപ്പോഴും സീതാറാം യെച്ചൂരി വോട്ട് ചെയ്യാൻ പോകുന്നത് പറയട്ടെ, സീതാറാം യെച്ചൂരി വോട്ട് ചെയ്യുന്ന അവിടെ ആരാണോ ജനാധിപത്യത്തിനും ഞാൻ പറഞ്ഞോട്ടെ എനിക്കും ശ്രീ അരുണിനും ഇവിടെയുള്ള എല്ലാവർക്കും അടുത്ത 2029 ഒരു ഇലക്ഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ BJP ഇന്ത്യ ഭരിക്കരുത്. എതിരായിട്ടുള്ള പോരാട്ടത്തിൽ BJPയുടെ ഫാസിസ്റ്റ്, RSSന്റെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരെ പോരാട്ട രംഗത്ത് കൂടെ കൂട്ടാവുന്ന എല്ലാവരും കൂട്ടിനിർത്തിക്കൊണ്ട് പ്രാദേശിക പാർട്ടി ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവിടെ മാറ്റം വരുത്തുവാൻ വേണ്ടി CPM ശ്രമിക്കും. അതിനെ തെറ്റായി BJP അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവാൻ സാധ്യതയുള്ള കോൺഗ്രസിനെ ഇവിടുത്തെ വോട്ടർമാർ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എങ്ങനെ കോൺഗ്രസ് ആകും? മത്സരിക്കുന്നവരാണ്. ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ പാർട്ടി കോൺഗ്രസ് ആണ്. ഇപ്പോൾ അതായിരിക്കാം. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇനി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ പോകുന്ന പാർട്ടി പിന്നെ കോൺഗ്രസ് ആകുമെന്ന് എന്തുറപ്പ് പറയാൻ പറ്റും? പിന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കും പാർട്ടികൾ DMK ഉണ്ട്, മറ്റ് വിവിധ പ്രാദേശിക പാർട്ടികൾ. ദേശീയ പാർട്ടിയായി ഇന്ത്യ മുഴുവൻ പടർന്ന് പന്തലിച്ച് 23% വോട്ടുമായി നിൽക്കുന്ന ഒറ്റ പാർട്ടിയുള്ളൂ, അതാണ് കോൺഗ്രസ്. എവിടെ കോൺഗ്രസിന് 23%? എത്ര സംസ്ഥാനം ഭരിക്കുന്നുണ്ട് കോൺഗ്രസ്? ഭരണമില്ല സർ, മുഖ്യ പ്രതിപക്ഷമാണ് അവർ. കോൺഗ്രസിന് ആരെങ്കിലും വിശ്വസിച്ച് വോട്ട് ചെയ്യുമോ? കോൺഗ്രസിന് ആരെങ്കിലും മറുപടിയിലേക്കാണ് വിശ്വസിച്ച് വോട്ട് ചെയ്യും? ആ ചോദ്യത്തിന് ജിൻഡോ കോൺഗ്രസിനെ വിശ്വസിച്ച് വോട്ട് ചെയ്യുമോ? BJP